എൻ്റെ പേര് നജീം അർഷാദ്. ഞാനാണ് അത്. നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ. പലരും പറയാണ് നിനക്ക് ഇച്ചിരി സംഗതി കൂടുതലാണെന്ന്. ഏത് പാട്ടെടുത്താലും കുറച്ച് ഓവറാണെന്ന് പറയും. അകലെ കനവിനരികെ ഇരുവഴികളിൽ മനസ്സ്. വൈഫ് അവിടെ വന്നിട്ട് പാട്ട് വയ്ക്കുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും. എനിക്കൊരു പാട്ടുകാരനായിട്ട് പാട്ട് കേൾക്കണമെന്നൊരു താല്പര്യമില്ലെന്ന് പറയും. ഞാൻ പറയും അത് വേണ്ട, ഒരു രാഗത്തിലൊക്കെയുള്ള പാട്ടുകൾ കേട്ട് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അവൾ ആ കൂടെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, ഒരു ആൽബം, മഴയേ ഇളവയിലേ. അപ്പൊ പെണ്ണ് കാണാൻ ചെന്ന സമയത്ത് ഈ പാട്ട് ഒന്ന് പാടിത്തരുമെന്ന് ചോദിച്ചാൽ അതാണോ എന്ന് കൺഫേം ആക്കണോ അറിയത്തില്ലല്ലോ. അത് തന്നെയാണോ? പെണ്ണ് കാണാൻ ചെന്ന ചെക്കൻ അവിടെ ഇരുന്ന് പാട്ട് പാടി. ഞാൻ പാടി മെല്ലെ. പക്ഷെ ഇതിലുള്ള നമ്മൾ കമന്റ്സ് കാണുമ്പോൾ ഇവരെല്ലാം ഈ മറ്റേ എക്സ്ട്രാ ഓർഡിനറി കഴിവ് കിട്ടിയതുപോലത്തെ കമന്റ്സ് ഒക്കെയാണ്. ഞാനിത് ഇതെവിടെ എന്താണ് ഓരോരുത്തർ എഴുതി വിടുന്നത്. എനിക്ക് ഇഷ്ടം പോലെ വരാറുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ മ്യൂസീഷ്യൻസിന് ചിലപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം, പാട്ടുകാർക്കും അറിയാൻ പറ്റും. ഇതൊന്നും ഇല്ലാത്തൊരു ഒന്നും കുറെ കമന്റ്, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ആ ക്യാമറ ഒക്കെ ഓൺ ആവുന്ന സമയത്ത് ഇതെല്ലാം കൂടെ കയറി വരും. നീ എന്ത് പാട്ടാ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരും. നമുക്ക് പാടാൻ പറ്റില്ല. ശരിക്കും ഇതൊരു മെന്റലി നമ്മളെ തളർത്തിക്കളയും. ലൈഫ് ബിഹൈൻഡ് ദ മൈക്ക് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റീനു. എനിക്കൊപ്പമുള്ളത് നമ്മുടെ കാതുകളെ മനോഹരമായ സംഗീതം കൊണ്ട് കീഴടക്കിയ നജീം അർഷാദാണ്. നജീം, വെൽക്കം. താങ്ക് യു. മലയാളി ഒരാൾക്ക് വേണ്ടി സമയം കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾ മലയാളിക്ക് അത്രയേറെ പ്രിയപ്പെട്ടവനായിരിക്കണം. ഒരു വീട്ടിൽ ഒരു മൊബൈൽ ഫോൺ മേ ബി ഉള്ളൊരു കാലത്താണ് SMS-ലൂടെ സ്റ്റാർ സിംഗറിൻ്റെ 2ാം സീസണിൽ നജീമിനെ വിജയിപ്പിക്കുന്നത്. അത്രയും നജീമിന് വേണ്ടി സമയം കണ്ടെത്തിയ മലയാളി, അയാൾക്ക് പ്രിയങ്കരനായ നജീബ്, ഈ SMS-കൾ നജീബിൻ്റെ ജീവിതത്തെ എത്രയൊന്നും മാറ്റി എന്ന് പറയാമോ? ശരിക്കും ആ സമയത്തിന് ഭയങ്കര ഒരു വാല്യൂ കൊടുക്കുന്നു. പറഞ്ഞില്ലേ, ഒരു ഒന്നുമില്ലാത്ത സമയത്ത് ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഒരു വർഷം കണ്ടിന്യൂസ്ലി ഒരു TV കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ വന്നത്. അത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം അത്രയും ആൾക്കാർ ഇപ്പോൾ പോലും ഒരു തിരിച്ചറിയുന്ന ഒരു, ഇപ്പോൾ എവിടെ പോയാലും ആൾക്കാർ അറിയുന്നത് ആ ഒരു സ്റ്റാർ സിംഗർ എന്നുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ടാണ്. നജീം, ഇപ്പോൾ ചെറുപ്പകാലത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ഉപ്പ വിജിലൻസിലെ ഉദ്യോഗസ്ഥനായിരുന്നു, ഉമ്മയാണെങ്കിൽ മ്യൂസിക് ടീച്ചറായിരുന്നു. അപ്പോൾ ഒരിക്കലും നജീമിന് അവിടെ ചെന്നിട്ട് എനിക്ക് പാട്ടുകാരനാവണം എന്ന് പറയേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഈ പ്ലാനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് അത്തരമൊരു അറ്റ്മോസ്ഫിയറിലാണ് നജീം വളർന്നു വരുന്നത് തന്നെയല്ലേ? അതാണ്, തീർച്ചയായിട്ടും. അവരുടെ പ്ലാനിങ് കറക്റ്റായിട്ട് എന്നെ കൊണ്ടുപോയതുകൊണ്ട് എനിക്കിങ്ങനെ ഇതിലോട്ടങ്ങോട്ട് കൂടുതൽ എത്താൻ പറ്റി. കറക്റ്റ് പ്ലാനിങ്ങിലായിരുന്നു. ഇപ്പോൾ സാധാരണ ഒരുപാട് ആളുകളും സ്കൂളിൽ പാടുന്നവരൊക്കെ ആയിരിക്കും. പക്ഷേ നജീമിനെ കുറിച്ച് പറയുമ്പോൾ പാടുക മാത്രമല്ല, താങ്കൾ 13 തവണ കലാപ്രതിഭയായിട്ടുള്ള ഒരാളാണ്. സംസ്ഥാന അവാർഡും വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതെല്ലാം കൂടി നോക്കി കഴിയുമ്പോൾ എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ നജീമിന് തോന്നാറുണ്ടോ എൻ്റെ ആ കലാപ്രതിഭ 13 അവാർഡുകൾക്കൊരു മാറ്റ് കൂടുതലുണ്ടെന്ന്? ഇതിൽ ഞാൻ 2nd സ്റ്റാൻഡേർഡോട്ടാണ് തുടങ്ങിയത് ഈ കോമ്പറ്റീഷൻ ആദ്യമായിട്ട്. അന്ന് ഈ പറഞ്ഞ പോലെ കലാപ്രതിഭ എന്നുള്ള പത്രത്തിലൊക്കെ വരിക. അവന് ഉമ്മ ടീച്ചറായിരുന്ന സമയത്ത് ഞാൻ ആ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ എല്ലാ കോമ്പറ്റീഷനും ഉമ്മ ഇങ്ങനെ പങ്കെടുപ്പിക്കും. ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, മാപ്പിളപ്പാട്ട്, എല്ലാ ഐറ്റമുണ്ട്. പാട്ടിൻ്റെ എല്ലാ വിഭാഗത്തിലും പങ്കെടുക്കും. റെസിറ്റേഷൻ, മലയാളം, ഉറുദു, കന്നഡ, അറബിക്, ഇതെല്ലാം മലയാളത്തിലാട്ടോ എഴുതി പഠിക്കണേ. എന്നാലും ഇതെല്ലാം പങ്കെടുക്കും. ഓൾമോസ്റ്റ് എല്ലാത്തിനൊക്കെ സമ്മാനം അടിക്കാറുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ് വരുമ്പോഴാണ് കലാപ്രതിഭ വരുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് സബ് ജില്ലാ തലത്തിലും ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് 13 തവണ കിട്ടിയത്. അപ്പോൾ ഒരു 8th പഠിക്കുമ്പം ഒരു മാനുവൽ ചെറിയൊരു ചേഞ്ച് വന്നായിരുന്നു. പാട്ട് മാത്രം പോരാ, വേറെ ഇതര ഐറ്റങ്ങൾ. അപ്പൊ എന്ത് ഈ പങ്കെടുക്കുന്ന നമ്മൾ ആ കൂടെ പെട്ടുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട്. കാരണം പാട്ടല്ലാത്ത സാധനങ്ങൾ വേണം. ഡാൻസ് വേണം. അപ്പൊ ഉമ്മ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് പാട്ടുള്ള ഒരു ഡാൻസ് ആയിട്ട്, അത് ഓട്ടം തുള്ളൽ. അതാണ് പിന്നെ ചായം പച്ചയൊക്കെ അടിക്കുമ്പോൾ ആളെ മനസ്സിലാവത്തൂല്ല, നമുക്ക് എന്ത് വേണം കാണിക്കാം. നിങ്ങൾ ഓട്ടം തുള്ളൽ അതിനു വേണ്ടി പഠിച്ചു? പ്ലാനിങ് അല്ല, ഇതൊരു കൊല പ്ലാനിങ് ആണ് നടത്തിക്കൊണ്ടിരിക്കണേ. അങ്ങനെ ഞാൻ സ്റ്റേറ്റിൽ പോയി, എനിക്ക് 3rd പ്രൈസ് കിട്ടി. ചെറിയ പുള്ളി അല്ല ഇപ്പൊ. കാരണം ഓട്ടം തുള്ളൽ പോലത്തെ അതൊക്കെ നമ്മൾ ഈവൻതോ ആളുകൾ മത്സരത്തിന് കുറവാണെങ്കിൽ പോലും അത് പഠിച്ചെടുക്കണം ഒരു പാട്ടുകാരൻ. ഡെഡിക്കേഷനാണ്. ഒന്ന് ഭയങ്കര ഇതായിരുന്നു, സംഭവങ്ങൾ നടന്നു അങ്ങനെ. ഓട്ടം തുള്ളൽ. പക്ഷെ ഈ ചായം
പോയി കഴിഞ്ഞാൽ എൻ്റെ ഡാൻസ് ഒക്കെ പോകട്ടോ. ഈ പച്ച ഇടണം, ആളറിയാൻ പാടില്ല, അപ്പോഴാണ് ആവേശിക്കത്തുള്ളൂ. കറക്റ്റ് മുദ്രയൊക്കെ വരും. പലപ്പോഴും നല്ല രസമായിട്ട് ഗസൽ പാടുന്നത് കൊണ്ട് മാപ്പിളപ്പാട്ടിന് പറ്റിയൊരു ശബ്ദമൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ആദ്യം ഞാൻ വിചാരിച്ചത് നിങ്ങളൊരു മലബാർ ഭാഗത്തു നിന്ന് വരുന്ന ഒരാളാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടോ? പലരും ഇങ്ങനെ ചോദിക്കാറ് കോഴിക്കോട് നിന്നാണോ എന്നൊക്കെ പലരും ഇങ്ങനെ വിളിക്കുന്നവരൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു അല്ല, ഞാനങ്ങ് തെക്കുന്നാണ്. സ്റ്റാർ സിംഗർ കഴിഞ്ഞ് നമുക്ക് അന്ന് എല്ലാവരും ചർച്ച ചെയ്തൊരു കാര്യമാണ് 50 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റ് ആ ആൾക്ക് കിട്ടും എന്നുള്ളത്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ആ ഫ്ലാറ്റ് കിട്ടി, ആ ഫ്ലാറ്റിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. അതുപോലെ അതിൽ വലിയൊരു ഗിറ്റാറിൻ്റെ ഒരു ഇത് ഫ്ലാറ്റിലുണ്ട്, ഭിത്തിയിൽ മുഴുവൻ മ്യൂസിക് നോട്ട്സ് ആണ്. അങ്ങനത്തെ ഫ്ലാറ്റാണോ കിട്ടിയത്? അല്ലല്ല, അങ്ങനെ ഫ്ലാറ്റ് ഞാൻ പണിതാണ് കേട്ടോ. അങ്ങനെ ഗിറ്റാറൊക്കെ ഞാൻ ഇന്റീരിയറൊക്കെ ഞാൻ ചെയ്തായിരുന്നു. ശരിക്കും ആ ഒരു സീസൺ ഹിറ്റാവാൻ കാരണം ഈ പ്രൈസ് മണിയാണ്. പെട്ടെന്നാണ് ഈ ഒരു 40 lakhs ഫ്ലാറ്റിന്റെ ഒരു പ്രൈസ് മണി വരുന്നത്. വലിയൊരു ലോട്ടറി അടിക്കും പോലെയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഒരു ന്യൂസ് വാല്യൂ ഉള്ളൊരു റിയാലിറ്റി ഷോ ആയിട്ട് മാറി. പക്ഷെ ഞാനത് ഫ്ലാറ്റ് ഇങ്ങനെ മുൻകൂട്ടി കണ്ടൊന്നുമല്ല കേട്ടോ. നമ്മളങ്ങനെ പാട്ട് എങ്ങനെയെങ്കിലും നന്നായിട്ട് പാടുക, ഓരോ സ്റ്റേജ് നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ള സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. ഇങ്ങനെ അവസാനം വരെ എത്തി, കപ്പടിച്ചു അവസാനം. അങ്ങനെ ഫ്ലാറ്റ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. 2009 ആയപ്പോഴാണ്. അങ്ങനെ അന്നേരം അവിടെ പണികളൊക്കെ നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഗിറ്റാർ നമ്മളാണ് അവിടെ വെച്ചത്. ഗിറ്റാർ ഇപ്പൊ തട്ടിക്കളയാൻ പറ്റുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. പക്ഷെ തട്ടിക്കളയണ്ടല്ലോ, മോനില്ലേ, മോന് ഗിറ്റാറൊക്കെ നോക്കാം. അവിടെ അത് ആവശ്യമില്ലാത്തതായിരുന്നു തോന്നുന്നു, കുറച്ച് ഓവറായോ എന്നൊരു ഡൗട്ട് എനിക്ക്. കേട്ടിട്ട് മാത്രമല്ല, അത് ഒരിക്കൽ വന്ന് കണ്ടാലാണ് അറിയാൻ പറ്റത്തുള്ളൂ അത് എത്ര വലിപ്പം ഇച്ചിരി കൂടിപ്പോയി. അന്നത്തെ എക്സൈറ്റ്മെന്റ് ചെയ്തതാണ്. അതൊരു ഐശ്വര്യമുള്ള ഫ്ലാറ്റാന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ നിന്ന് നന്മകളെ വന്നിട്ടുള്ളൂ. 500-നടുത്ത് പാട്ടുകൾ ഇപ്പൊ പാടി കഴിഞ്ഞിട്ടില്ലേ? ഈ 2012 എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരു ഭയങ്കര ഫേമസ് മൂവി വന്നിട്ടുണ്ടല്ലോ, 2012 എന്ന് പറയുന്ന സിനിമ. ലോകം അവസാനിക്കുന്നു എന്ന് ആൾക്കാർ പറയുന്നില്ല. പക്ഷെ നജീം അർഷാദിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലക്കി ആയിട്ടുള്ള, നജീബിന് ഏറ്റവും പ്രിയപ്പെട്ട വർഷങ്ങളിൽ ഒന്നായിരിക്കണം 2012. കാരണം ഡാ തടിയ, അയാളും ഞാനും തമ്മിൽ എത്ര സിനിമ, ഡയമണ്ട് നെക്ലസ്, അവിടെ നിങ്ങളുടെ ഹിറ്റുകൾ, ട്രിവാൻഡ്രം ലോഡ്ജ് എല്ലാം വന്നൊരു വർഷമാണ്. 2019 മോൻ ജനിച്ച ഒരു സന്തോഷം മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ളൊരു വർഷമാണോ അത്? തീർച്ചയായിട്ടും. മറ്റൊരു ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 2007 നമ്മുടെ ആദ്യത്തെ ഒരു സിനിമയിൽ പാട്ടിറങ്ങി ആ സന്തോഷം ഉണ്ടെങ്കിലും 2012 എനിക്കൊരു ഭയങ്കര ബ്രേക്ക് കിട്ടിയൊരു വർഷം. കാരണം വലിയൊരു സിനിമകളുടെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ ഡയമണ്ട് നെക്ലസിലൂടെയാണ്. വിദ്യാസാഗർ സാറിൻ്റെ, അതും ഈ പറഞ്ഞ പോലെ ഒരു സാറിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു സ്റ്റേജിൽ പാടാനായിട്ടൊരു അവസരം കിട്ടി. അങ്ങനെ വോയിസ് ഇഷ്ടപ്പെട്ട് എന്നെ വിളിക്കുന്നതാണ്. വോയിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെ പോയി പാടി. ഇന്ന പടമാണെന്നൊക്കെ പിന്നെയാണ് അറിയണത്. അപ്പോൾ അത് പറഞ്ഞ പോലെ അത്രയും വലിയൊരു പടം കിട്ടി എനിക്ക് ഭയങ്കര ഒരു ബ്രേക്ക് ഇതായി. പിന്നെ അതിനുശേഷമാണ് ഡാത്തടിയ, ട്രിവാൻഡ്രം ലോഡ്ജും കുറേ നല്ല പാട്ടുകളും ഒക്കെ വന്നു ചേർന്നു. അപ്പോൾ അതുകൊണ്ട് 2012 ഒരു സ്പെഷ്യലാണ്. അതുപോലെ 2019 സ്പെഷ്യലാട്ടോ. കുഞ്ഞ് ജനിച്ചു, അതുപോലെ മറ്റേ സ്റ്റേറ്റ് അവാർഡ് അതന്നെ, രണ്ടും കൂടെ ഒരുമിച്ച് വന്ന വർഷം 2019. തിരുവനന്തപുരമാണ്. പക്ഷേ സംസാരത്തിലോ പാടുന്നതിലോ ഒക്കെ ഭയങ്കര മോഡുലേഷൻ വരുന്നുണ്ട്. അതിലൊരിക്കലും സ്ലാങ് കയറി വരുമൊന്നുമില്ല. ഒരു കലാകാരൻ അതനുസരിച്ച് പ്രവർത്തിക്കണം, പാടണം എന്ന് പറയുമെങ്കിലും ഇല്ല, അത് സംസാരത്തിൽ പോലും വളരെ അടുത്ത് മറ്റേ കുറച്ച് ഇടപഴകുമ്പോൾ തന്നെ ശരിക്കുള്ള ഞാൻ എൻ്റെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. പക്ഷേ അത് ഒരു പക്ഷേ താങ്കൾ പണ്ട് മിമിക്രി ചെയ്തതിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ഇതാന്ന് തോന്നുന്നുണ്ടോ? കുറച്ചൊക്കെ ഇമിറ്റേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓട്ടത്തുള്ളിൽ ആദ്യം സമ്മാനം അടിച്ച മിമിക്രി കേട്ടോ. സെക്കൻഡ് ഫസ്റ്റ് സമ്മാനം അതിനാണ്. ആദ്യത്തെ പ്രൈസ് കിട്ടി എനിക്ക് മിമിക്രിക്ക്. അതിൻ്റെ ഒരു പേപ്പർ കട്ട് അങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കാക്ക പൂച്ച അതൊക്കെയാണ്. എന്നാലെന്താ, പക്ഷെ അടിച്ച് അത് ഒരു പക്ഷെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ പാട്ടിനെ അത്രയും ചെയ്യാനായിട്ട്? പണ്ടത്തെ ആ ഒരു ട്രെയിനിങ്ങും മറ്റത്തെ ഇതെല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരുടെയും, ഇപ്പം ഗായകരുടെ ആണെങ്കിലും അവരുടെയൊക്കെ ആ ഒരു സ്റ്റൈല് നമുക്ക് നമ്മുടെ വോയിസിൽ കൊണ്ടുവരാനും, ഫുള്ളി ഇമിറ്റേറ്റ് ചെയ്തതിന് അത് ഒരു അനുകരണം പോലെ ആയിപ്പോവും. നമ്മുടെ ശബ്ദത്തിൽ തന്നെ അവരുടെ ഒരു ശൈലി കൊണ്ടുവരാൻ അതൊക്കെ നമുക്ക് സഹായമായിട്ടുണ്ട്. സഹായം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കുറച്ച് ടോപ്പിക്കിൽ നിന്ന് ഡിവേറ്റ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ, നജീം വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വലിയ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് നജീബിനെ കൊണ്ട് പാടിക്കാനുള്ള പാട്ടുകൾ. നമ്മളതിൽ ഓരോ പാട്ടിയും നമ്മൾ പോകും, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പാട്ട് പാടും. എന്നിട്ട് എൻ്റെ ആദ്യത്തെ എനിക്ക് വേണ്ട പാട്ട് കേട്ടോ, ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ എന്ന് പറയുന്ന പാട്ടാണ്. എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള പല പാട്ടുകൾ ഒരിടം.
ഓക്കെ. അതിൻ്റെ അത് നമ്മുടെ ഹിഷാം മ്യൂസിക് ചെയ്തതാണ്. നല്ലൊരു 3-4 പടം പാടിയിട്ടുണ്ട് പുള്ളിയുടെ. അപ്പോൾ ഈ പാട്ട് നല്ലൊരു റീൽസ് കൂടെ ഭയങ്കര ഹിറ്റായൊരു ഇഷ്ടം പോലെ. പാട്ടാണ്. അപ്പോൾ ആ പടം ഏതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ നിറയെ പൂക്കുന്നൻ തീര മോഹത്തുമ്പാലേ ഇനിയും നിന്നുള്ളം നോവല്ലേ അകലെ കനവിനരികെ ഇരുവഴികളിൽ മനസ്സൊഴുകവേ മുകിലേ ഈ പൂവിന്മേലെ മെല്ലെ പെയ്യില്ലേ പടരും എൻ സ്നേഹത്തിയെ പാടെ മായ്ക്കാതെ അകമേ ആളുന്ന തീർ അർത്ഥം കാണാതെ ഇനി നീ എങ്ങെങ്ങും മായല്ലേ. ഓക്കെ. റൊമാൻറ്റിക് സോങ്സ് ഉണ്ടല്ലോ, എത്ര എണ്ണമാണ് നിങ്ങൾ പാടിയേക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 500-ലധികം പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്നെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടം. സങ്കടത്തിലെ പാട്ടുണ്ട്, പ്രത്യേക പ്ലേലിസ്റ്റ്, സന്തോഷത്തിലെ പ്ലേലിസ്റ്റ് ഉണ്ട്, പ്ലേലിസ്റ്റ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഭയങ്കരമായിട്ട് ഇമോഷൻസിലൂടെ കടന്നു പോകാറുണ്ട്. ഞാൻ മാത്രമല്ല, ഇൻ ജനറൽ മനുഷ്യന് പാട്ടുമായിട്ട് അവൻ അസോസിയേറ്റ് ചെയ്യാറുണ്ട്. ആസ് എ സിംഗർ ഞാൻ ചോദിക്കാം, ഞാനൊരു ആസ്വാദക മാത്രമാണ്, ഒരു പാട്ടുകാരൻ അങ്ങനെ തന്നെയാണോ? ഇന്ന പാട്ടുകൾ എനിക്ക് സന്തോഷം തരുന്നു, ഇന്ന പാട്ടുകൾ സങ്കടം തരുന്നു, അത് എത്രത്തോളം നജീമിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്? ഒരു രാഗത്തിലൊക്കെയുള്ള പാട്ടുകൾ കേട്ട് എനിക്ക് ഭയങ്കര പ്രശ്നം വരും, ഞാനത് ഓഫ് ചെയ്യും. പക്ഷേ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്കും ആ ഒരു അസുഖമുണ്ട്. രാഗം വെച്ചിട്ടാണ് നിങ്ങളത് അളക്കുന്നത്. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പാട്ടിന്റെ വരി ട്യൂണോ. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ചിലത് കേൾക്കുമ്പോൾ ചില പാട്ടുകൾ ചില മൂഡ് അനുസരിച്ച് ഇരിക്കും. ഇപ്പം കാറിൽ പോകുമ്പം വൈഫ് അവിടെ വന്നിട്ട് പാട്ട് വയ്ക്കുമ്പോൾ ഞാൻ അങ്ങ് ഓഫ് ചെയ്യും. ഇക്കൊരു പാട്ടുകാരനായിട്ട് പാട്ട് കേൾക്കണമെന്നൊരു താല്പര്യമില്ലെന്ന് പറയും. ഞാൻ പറയും അത് വേണ്ട, ചിലപ്പോൾ ഇപ്പം എനിക്ക് ഒരു സൈലൻസാണ് ഇഷ്ടം, പാട്ട് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും അങ്ങനെ ചിലപ്പോൾ ഒരു മൂഡ് അനുസരിച്ചിരിക്കും. പാട്ട് ഭയങ്കര ഒരു മനസ്സിനെ പിടിച്ചുലയ്ക്കാൻ പറ്റിയൊരു ഇതാണ്. അതിന് വേറൊരു വശം കൂടിയുണ്ട്. ഇപ്പം നന്നായി പാട്ട് പാടുന്നവർക്ക് മറ്റുള്ള അപസ്വരങ്ങൾ, അപശബ്ദങ്ങൾ, ചില പാട്ടുകൾ എവ്രിബഡി കാൺ സിങ്, അങ്ങനെ പാടാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് തന്നെ പലരും പാടുന്ന പാട്ടുകൾ ശ്രുതി താളം എല്ലാം തെറ്റ് വരാറുണ്ട്. നജീമിന് ചുറ്റും നിന്നിട്ട് നമ്മളെങ്ങനെയും ശ്രുതിയും അതും ഇതും എല്ലാം തെറ്റിച്ച് പാടിക്കഴിയുമ്പോൾ അത് അഫക്റ്റ് ചെയ്യാറുണ്ടോ കേൾക്കുമ്പോൾ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു സംഭവം വരില്ല കേട്ടോ. ഞാൻ അവരുടെ രീതിയിൽ അവർ പാട്ട് അവർ എൻജോയ് ചെയ്ത് പാടുമില്ല. അപ്പോൾ അവരുടെ ആഗ്രഹം കൊണ്ട് പാടുന്നതാണ്. അപ്പോൾ നമ്മളത് കൂടെ ഒരു ശരി കൊള്ളാം പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും. ഞാനും എൻ്റെ ഹസ്ബൻഡും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡിലുള്ളവരാണ്. അപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പം മോനെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, അപ്പയെ പോലെയാണോ അമ്മയെ പോലെയാണോ, ആരുടെ കഴിവാണ് കിട്ടിയേക്കുന്നത്? അവനൊരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഭയങ്കര പ്രഷറാണ്, എന്തിനാ അങ്ങനെ ചോദിക്കണേ, ഞാൻ അപ്പയെ പോലെ അമ്മയെ പോലെ അല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയെ അമ്മയുടെ അപ്പയെ പോലെ അമ്മയെ പോലെ അല്ല, നീ എന്തായാലും നിൻ്റെ ഇഷ്ടമാണ്. അവർ ചോദിക്കാൻ പറഞ്ഞു, നീ എന്തിനാ ശ്രദ്ധിക്കുന്നത്, നിൻ്റെ കാര്യം നോക്കാൻ. നജീമിനെ കുറിച്ച് പറയുമ്പോൾ മോനുണ്ട്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ആരെങ്കിലും വന്നിട്ട് മോൻ പാടുവോ, എത്രത്തോളം പാടും, മോനെ പാട്ട് പഠിപ്പിച്ച് തുടങ്ങിയോ, നജീമിനെ പോലെ ആണോ എന്നുള്ള ചോദ്യങ്ങൾ അങ്ങനെ കാണുന്നവരെല്ലാം ചോദിച്ച ചോദ്യമാണ്. എല്ലാവരും ചോദിക്കാറുള്ള ചോദ്യമാണ്, അവൻ പാടുമോ എന്നുള്ള ചോദിക്കും. പക്ഷെ ഞാൻ പറയാറുണ്ട്, അവന് ഉള്ളിലുണ്ട്, പക്ഷെ അവൻ്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട് അവൻ പോട്ടെ എന്നുള്ള, ഞാൻ അങ്ങനെ പ്രഷർ കൊടുക്കാറില്ല. അങ്ങനെ പാടിപ്പിക്കാൻ, പാട്ട് പഠിപ്പിക്കുക എന്നുള്ള സാധനം അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ അവനത് അവൻ്റെ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മളത്, പക്ഷേ ഒരു ഇൻബോൺ ടാലൻ്റ് പാട്ടിലോട്ട് അധികം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കുറച്ചുകൂടെ അവന് പക്ഷെ മ്യൂസിക് ഉള്ളിലുണ്ട്. ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ കറക്റ്റ് ഹം ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം അവൻ വേറെ പല കളിയും കാര്യം എൻ്റർടൈൻമെൻറ്റ് വേറെ പല കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് നമ്മൾ പാട്ട് പഠിപ്പിക്കാൻ അങ്ങനെ ആ രീതിക്ക് അവൻ വരത്തില്ല. അപ്പോൾ അതിന് കുറച്ച് സമയമുണ്ട്. ഇപ്പം 5 വയസ്സായിട്ടുള്ളൊരു 8-9 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. നജീമിനെ വീട്ടിൽ നിന്ന് വളരെ പുഷ് ചെയ്തും നജീമിന് ഇൻബോൺ ടാലന്റ് ഉണ്ടായിരുന്നു? ഇല്ല, എന്നെ പുഷ് ചെയ്തിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുതിലെ ഞാനാണ് അവിടെ ചെന്ന് പറയുന്നത് എനിക്ക് പാട്ട് പാടണം മത്സരം. അങ്ങനെയല്ല, ഉമ്മ മ്യൂസിക് ടീച്ചറായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഈ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പോയി ഇരിക്കാറുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ സാപ്പാസ പാടി കൊടുക്കുമ്പോൾ ഞാനും അവിടെ നിന്ന് പാന്ന് പാടാറുണ്ട്. വളരെ ചെറുതിലാണ്, 2 വയസ്സും 2.5 വയസ്സിലൊക്കെ. അപ്പോൾ ഉമ്മ പറയും അവന് കഴിവുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഞാൻ ഈ സംഗതി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതല്ല. ഞാൻ
സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ പങ്കെടുത്തെന്ന് പറഞ്ഞല്ലോ. തൊണ്ട കൂടെ വരും ഇങ്ങനെ തലയൊക്കെ ഇട്ട് അനക്കുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ വരും, കറക്റ്റ് സാധനം വന്ന് വീണ്. അന്ന് കുറച്ച് കൂടുതലായിരുന്നു സംഗതി. ഇപ്പൊ എത്രത്തോളം അടിക്കണമെന്ന് എനിക്കറിയത്തില്ല. പലരും പറയണത് നിനക്ക് ഇച്ചിരി സംഗതി കൂടുതലാണെന്ന് പറയും. ഏത് പാട്ടെടുത്താലും കുറച്ച് ഓവറാണെന്ന് പറയും. ആ പിന്നെ അത് മനസ്സിലാക്കി ഇച്ചിരി കാര്യമില്ല. അന്ന് ഞാൻ അതിലാണ് കൂടുതൽ വരും എന്നുള്ളതുകൊണ്ട്, തൊണ്ടയിലുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കൂടുതൽ പാടി പിന്നെ നമ്മൾ സ്വയമേ മനസ്സിലാക്കി ആവശ്യത്തിന് മതി എല്ലാം. ഇനി 2019 വരുമ്പോൾ കുട്ടി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ നമ്മൾ കല്യാണം കഴിക്കുന്നുണ്ട്. ഒരു ഡെന്റിസ്റ്റിനെയാണ് കല്യാണം കഴിച്ചേക്കുന്നത്. ഒരു പാട്ടുകാരൻ, കലാകാരൻ ഒരു ഡെന്റിസ്റ്റിന് അടുത്തേക്ക് എത്തിയ വഴി എങ്ങനെയായിരുന്നു? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പാട്ട് കേട്ട് നജിമിക്ക ഐ റിയലി റിയലി ലവ് യു ഒന്നുമില്ല. അവൾ ആ കൂടെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, ഒരു ആൽബം മൽഹാറിലെ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, മൽഹാറിലെ ആ പാട്ട് മാത്രം അറിയാം. അപ്പൊ പെണ്ണ് കാണാൻ ചെന്ന സമയത്ത് ഈ പാട്ട് ഒന്ന് പാടിത്തരുമെന്ന് ചോദിച്ചത്. അതാണോ എന്ന് കൺഫേം ആക്കണോ അറിയത്തില്ലല്ലോ. അത് തന്നെയാണോ അറിയില്ല. ആ സമയത്ത് എല്ലാം തൊട്ട് പാടിയിട്ടുണ്ട്. എന്നിട്ട് വിശ്വാസമില്ല, അതും വിശ്വാസമില്ല. പെണ്ണ് കാണാൻ ചെന്ന ചെക്കൻ അവിടെ ഇരുന്ന് പാട്ട് പാടി. ഞാൻ പാടിയപ്പോഴത്തേക്ക് പിന്നെ വിശ്വസിച്ചു. അവളിങ്ങനെ ഷൈ ആണ്, പിന്നെ ഭയങ്കര പരിചയപ്പെടുമ്പോ ഒരു മനസ്സിലാക്കും, ഒരു ഭയങ്കര റെയർ ഒരു. പക്ഷേ മനസ്സിനുള്ളിൽ വിചാരിച്ചില്ല, ഈടി ഞാൻ ഇത്രയും പാട്ടും പാടി ഫേമസ് ആയ മനസ്സിലായി. സത്യം പറ, എനിക്ക് കുറച്ചുകൂടെ ഇന്നസെന്റ് ആണ്, വളരെ ഇന്നസെന്റ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി പറയുന്ന പോലെ ഫീൽ ചെയ്തില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ എനിക്ക് അത് പാട്ട് അറിയാവൂ എന്ന് പറഞ്ഞു. അത് ഇച്ചിരി ക്രൂരമായി പോയി. ഇത്രയും ഫേമസ് ആയ പാട്ടുകളും പാടിയിരുന്നില്ല. ഈ പറഞ്ഞ പോലെ പാട്ട് കുറെ റീച്ച് ആയെങ്കിലും പലർക്കും ഈ പാട്ട് ക്രെഡിറ്റ് നോക്കാറില്ല പലരും. പക്ഷെ എനിക്ക് സംശയമുണ്ട്, അരികിൽ പതിയായിട്ട് 2 വരി പാടിയാലേ എനിക്ക് ഉറപ്പ് വരുള്ളൂ അത് നജീമ പാടിയെന്ന്. നിർത്തി അങ്ങ് അപമാനിക്കുവാണല്ലേ. മൽഹാർ പാടാമെങ്കിൽ അരികിൽ പതിയെ. അരികിൽ പതിയേട നെഞ്ചിൽ ആരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നില്ലീണം. മഴയേ ഇളവയിലേ എൻ കനവിൽ അവളറിയാതെ തളിരണിയും പുലരികളിൽ മഞ്ഞിൻ തൂവൽ വീശി മെല്ലെ ഞാൻ മെല്ലെ മെല്ലെ ഇതുപോലെ ഏകദേശം തന്നെയായിരുന്നു. നജീം തന്നെയാന്ന് തോന്നുന്നു അങ്ങനെ. പക്ഷെ 2-3 കൂടെ മഴനിലയൊക്കെ ആവുമ്പോ നമുക്ക് ഉറപ്പിക്കാം അത് വരും. അതൊക്കെ നമ്മൾ 2-3 ലൈൻ വെച്ച് മതി. ഇതൊക്കെ പലരും ഉണ്ട് കവറൊക്കെ പാടി ഹിറ്റ് ആവണേ. അത് കഴിഞ്ഞിട്ട് ഇത് നജീമല്ല കവറ പാടി, നജീം ഒരു കവറ പാടിയെന്ന് അറിഞ്ഞാലോ കേൾക്കാൻ സഹിക്കാൻ പറ്റില്ല. നജീമിക്ക് കള്ളത്തരങ്ങളി ഇനി സിനിമകളിലേക്കും പാട്ടുകളിലേക്കും വരുമ്പോൾ കെട്ടിയോളാണ് എൻ്റെ മാലാക. അപ്പം അതിലെ പാട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. 2019 അവിടെ വെച്ചിട്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. എത്രത്തോളം ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് അതായത് ഇത്രയും നല്ല പാട്ട് പാടിയിട്ട് ഒരു പ്രതീക്ഷയില്ല. ഞാൻ ഈ സ്റ്റേറ്റ് അവാർഡ് ഞാൻ ശരിക്കും 2013 ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഒരുപാട് പടങ്ങൾ പാടിയ വർഷമായിരുന്നു. അപ്പൊ അന്ന് നടൻ എന്ന സിനിമയ്ക്ക് ഈ പറഞ്ഞ പോലെ ഈ ലിസ്റ്റിലുണ്ടായിരുന്നു, ഫൈനൽ ലിസ്റ്റിൽ എന്തോ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ ഇപ്പം ഏഷ്യാനെറ്റിൽ നിന്നൊക്കെ ഇങ്ങനെ ന്യൂസിൽ നിന്നൊക്കെ വിളിക്കുമല്ലോ, ഇവരെങ്ങനെയൊക്കെ അറിയുമല്ലോ, എന്നിട്ട് വിളിക്കും. നാളെ എടുക്കള ചെയ്യുന്ന സമയത്ത് റെഡി ആയിരിക്കും. അപ്പൊ ഞാൻ വെറുതെ ഇരിക്കുവായിരുന്നു. അപ്പൊ എന്നെ വെറുതെ ഒരു ഇങ്ങനെ ഇട്ട് തന്നു എനിക്ക് മനസ്സിൽ, വെറുതെ വെറുതെ മറ്റേ ആശ കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടി. ഇനിയിപ്പോ ചിലപ്പോ ഉണ്ടായിരിക്കുമോ ഞാനിരുന്ന് ഈ ലൈവ് കണ്ടെന്ന് മറ്റേ അന്ന് മറ്റേ ശ്രേയ ഘോഷലാൽ എന്നൊക്കെ പറഞ്ഞു ഹിറ്റായ വാർത്താ ഇതുണ്ടല്ലോ, മനസ്സിലായി, ഞാൻ ഓർക്കുന്നു. ഞാനിരുന്ന് കണ്ട്. അപ്പൊ നടൻ, മ്യൂസിക് ഡയറക്ടറൊക്കെ പറഞ്ഞു, ലിറിക്സ് റൈറ്ററൊക്കെ വന്നു, ഗായികക്കും കിട്ടി, ഞാൻ റെഡിയാണ്. അപ്പൊ
പ്രാചീനായിട്ട് അപ്പൊ പാട്ട് ഇതായി പോയി. ആ. വേറെ ആൾക്കാർ മറ്റേ കാർത്തിക്കിനാണെന്ന് കൊടുത്തത്. പക്ഷെ അത് ഭയങ്കര വിവാദമൊക്കെ ആയി. ശരിക്കും അവർ ഓഡിയോയ്ക്ക് ഒറിജിനലി ട്രാക്ക് പാടിയ ആളാണ് സിനിമയിൽ പാടിയത്. ആ ഓ അന്ന് ആ വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെയിൽ വോയിസിൽ ഇല്ല അവാർഡ്. ഇല്ല. അതിലെങ്ങനെ കിട്ടും? എനിക്ക് കിട്ടാനുള്ള ചുമ്മാ എന്നെ പരിപാടി. അല്ല എന്നോട് വിളിച്ച് പറയരുത്. ഞാൻ പുതിയ ഷർട്ട് വരെ അന്ന് വൈകുന്നേരം പോയി മേടിച്ചു. അതിനുശേഷം ഈ സംഭവം ഞാനങ്ങ് നിർത്തി. അവാർഡ് നോട്ടം അവാർഡ് വന്നാൽ ആരെങ്കിലും ഇവിടെ ഇന്നാണ് അതിന്റെ ഇത് വരും കേട്ടോ. അങ്ങനെ ആ വഴിക്ക് പോട്ടെന്നാണ്. അത് നമുക്കൊന്നും വേറെ ഞാൻ അതിലോട്ട് നോക്കാറേ ഇല്ല. ചത്താലും തുറക്കില്ലടാ. ജനങ്ങളുടെ അവാർഡാണ് ഏറ്റവും വലിയ അവാർഡ്. ഞാൻ സ്വയം പറഞ്ഞു ആശ്വസിച്ചു എന്നൊക്കെ